അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞ 12,000 ബിസ്മിയുടെ അമല് ചെയ്തിട്ട് ഒരു കുടുംബത്തിന് വർഷങ്ങളായി അവരുടെ ആ സ്ഥലവിൽപ്പന നടക്കാതെ അത് വരും നോക്കി പോകും, അതിലേക്ക് ഇങ്ങോട്ട് അടുത്ത് കച്ചവടം നടക്കുന്നില്ല. അത് ആ അറ്റമെത്തുന്ന സമയത്ത് അതങ്ങ് ഒഴിവായി പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെയാണ് അവർ നമ്മുടെ ഈ മജ്‌ലിസ് കാണുകയും 12,000 ബിസ്മിയുടെ അമൽ അവർ ചെയ്യുകയും ഏകദേശം ഒരു മാസം അവർ ചെയ്ത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അവരുടെ വർഷങ്ങളായി വിൽപ്പന നടക്കാതിരുന്ന ആ സ്ഥലം കച്ചവടമാകുകയും അതിന്റെ അഡ്വാൻസ് അവർ കൊടുക്കുകയും ചെയ്ത് അത് കൺഫേം ആക്കിയിട്ടുണ്ട്. അതോടുകൂടി അവരുടെ ആ സ്ഥല വിൽപ്പന റാഹത്തായി നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള സന്തോഷ വാർത്ത അവരറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മജ്‌ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു കുടുംബം, അവർ കുടുംബ ബന്ധത്തിൽ വലിയ പ്രയാസമുള്ളവരായിരുന്നു. രണ്ട് ഭാഗത്തു നിന്നും അവരുടെ ഭാഗത്തു നിന്ന് ഫോൺ വിളി തീരെ ഇല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയായിരുന്നു. തീരെ ഫോൺ വിളിക്കുന്നില്ല, കോണ്ടാക്ട് ചെയ്യുന്നില്ല. അങ്ങനെ അവർക്കിടയിൽ പ്രയാസങ്ങൾ, ആ ബന്ധം മുന്നോട്ട് പോകാത്ത രൂപത്തിലേക്കൊക്കെ എത്തിയപ്പോഴാണ് അവർ നമ്മുടെ മജ്‌ലിസിൽ വന്ന് ഈ ഒരു 12,000 ബിസ്മിയുടെ അമല് കാണുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് അൽഹംദുലില്ലാഹ് ഇന്നലെ അവർക്ക് ഫോൺ വിളിച്ചു എന്നും അതേപോലെ തന്നെ നല്ല സ്നേഹത്തോടുകൂടെ സംസാരിച്ചു എന്നും അവർ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഈ വിഷയങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നാം ഇവിടെ നിന്ന് അമല് പറയുമ്പോൾ ആ അമല വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ചെയ്യുന്നു, അത് ഏറ്റെടുക്കുന്നു, അത് ഒരു തവണ ചെയ്യുന്നു, 2 തവണ ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ നിങ്ങൾക്ക് ആ പ്രതിഫലം ലഭിക്കുന്നത്. നിങ്ങൾ ആ നിയ്യത്തോടുകൂടെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ആ പ്രതിഫലം, ആ ഒരു അമല് ചെയ്യുന്നതിന്റെ ആ ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും അമല് ചെയ്തവരാണ്. വ്യത്യസ്തങ്ങളായ നിയ്യത്തുകളെ കരുതിയിട്ട് രോഗങ്ങൾ മാറാന്, കടങ്ങൾ വീടാന്, എന്ത് നിയ്യത്താണോ, ആരെന്ത് നിയ്യത്ത് കരുതിയിട്ടാണോ ആ അമല് ചെയ്തിട്ടുള്ളത്, അള്ളാഹുവിനെ പൂർത്തീകരിക്കണം. അള്ളാഹ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓരോരുത്തരും കാണാൻ വേണ്ടി വന്നപ്പോൾ അവരിൽ ഒരുവിധം ആളുകളൊക്കെ വന്ന ഉടനെ തന്നെ പറയുന്നു, ഉസ്താദേ ഞാൻ ആ അമല് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷവാർത്ത അറിയിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഈ ഖൈറും സലാമത്തും സന്തോഷം നൽകണം. അള്ളാഹ് ഇന്ന് നമ്മൾ ആ ഒരു അമലിനെ കുറിച്ചാണ് പറയുന്നത്. 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ ഒരു അമല് നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞ അമലുകളിൽ വെച്ച് പവർഫുൾ ആയ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അമലുകളിൽ ഒരു അമൽ അതാണ് 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ചൊല്ലുക എന്നുള്ള അമല്. അത് പലരും ചോദിക്കുന്നുണ്ട്, അത് പീരിയഡ്സിന്റെ സമയത്ത്, മെൻസസിന്റെ സമയത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ദിക്റാണെന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് ആ സമയത്ത്, അശുദ്ധിയുള്ള സമയത്ത് അത് ദിക്റാണെന്ന കരുത്തോടുകൂടി നിങ്ങൾക്ക് അത് ഓതാവുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. 12,000 തവണയാണ് അത് ചൊല്ലേണ്ടത്. 12,000 തവണ ചൊല്ലുമ്പോൾ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 2 തവണ, 3 തവണ, 4 തവണ, അങ്ങനെ 1000 തവണ എത്തുമ്പോൾ അത് ചൊല്ലിയിട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം റബ്ബിനോട് പറയാം. അപ്പൊ 1000 തവണയായി കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനോട്, അല്ലാഹ് ഞാനിപ്പോ ഈ 12,000 ബിസ്മി ചൊല്ലുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആ പ്രയാസത്തിൽ നിന്ന് സലാമത്ത് ലഭിക്കാനാണ്. എന്റെ മോന് ലഹരിക്കടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അന്യമതസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവിഹിത ബന്ധത്തിലാണ് എന്റെ മകളുള്ളത്, എന്റെ മകനുള്ളത്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഈ നിയ്യത്തോട് കൂടിയിട്ട് ചെയ്ത് ആ നിയ്യത്ത് ഉടനെ തന്നെ പറയാം. ഓക്കെ, കടങ്ങൾ വീടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് വീടില്ല, വീടുണ്ട്, ആ വീട് പണി പൂർത്തീകരിക്കാനാണ്, സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ്, എന്റെ രോഗം മാറാനാണ്, ഇങ്ങനെ എന്ത് നിയ്യത്തും കരുതുക, എന്റെ പൈശാചികമായ പ്രശ്നം തീരാനാണ്, ഇങ്ങനെ ഏതോ നിയ്യത്ത് നിങ്ങൾക്ക് കരുതുക. ആ നിയ്യത്ത് കരുതിയിട്ട് നല്ല നിയ്യത്തോടുകൂടെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചെയ്യുമ്പോഴും പ്രതീക്ഷ വേണം, ചെയ്ത് കഴിഞ്ഞാലും പ്രതീക്ഷ വേണം. ഞാൻ ഇങ്ങനെ ഒരു അമല് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതിന്റെ ഫലം ലഭിക്കും എന്ന ശുഭാപ്തിയിൽ തന്നെയാണ് വേണ്ടത്. ചില ആളുകൾ അമല് ചെയ്ത് കഴിഞ്ഞാൽ പറയാം, ഉസ്താദ് ഞാൻ ചെയ്തല്ലോ, എനിക്ക് ഒന്നും കണ്ടില്ലല്ലോ, കിട്ടിയില്ലല്ലോ. അത് നിരാശയുടെ മനസ്സാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റബ്ബ് അതിന്റെ സമയമാകുമ്പോൾ അങ്ങ് നൽകും. നമ്മുടെ ഈ അമലും കൂടെ അങ്ങ്
ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 മാസം കഴിയും, ചിലപ്പോൾ 2 മാസം കഴിയും, ചിലപ്പോൾ 3 മാസം കഴിയും. നമുക്ക് ഏതോ സമയത്താണോ അത് ലഭിക്കേണ്ടത്, അത് ഏത് സമയത്ത് ലഭിച്ചാലാണ് നമുക്ക് ഖൈർ ഉണ്ടാവുക, അത് ലഭിച്ചാലാണോ അതല്ല മറ്റൊന്ന് ലഭിച്ചാലാണോ ഖൈർ ഉണ്ടാവുക എന്നുള്ളതൊക്കെ കൂടുതൽ അറിയുന്നവൻ പടച്ച റബ്ബല്ലേ. ഇപ്പൊ മക്കളുമായി ബന്ധപ്പെട്ട് മഹാനരായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ സമുദ്രത്തിൽ ആ പ്രളയത്തില് ആ വെള്ളം ഇങ്ങനെ ആ ജലപ്രളയം ഉണ്ടായപ്പോ, സമുദ്രം എന്നല്ല, ആ ജലപ്രളയം ഉണ്ടായപ്പോ ആ പ്രളയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരെയും അവിടുത്തെ കപ്പലിൽ കയറ്റി. പക്ഷേ അവിടെ സ്വന്തം മകന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അള്ളാഹു എന്താ പറഞ്ഞത്? നിന്റെ ആ മോനെ വിളിച്ചിട്ട് ആ മോന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം, ആ മോന് നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിങ്ങളുടെ സന്തതിയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളിൽപ്പെട്ടവരല്ല, അത് നമുക്ക് യോജിച്ചതല്ല, നമുക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഒരു മകനല്ല എന്ന രൂപത്തിലാണ് അള്ളാഹുവിന്റെ മറുപടി. എന്താണ് ധിക്കാരത്തോടുകൂടെ മകൻ പറഞ്ഞത്? സആവി ഇലാ ജബലിൻ യഅ്സുമിനു മിനൽ മാ, വെള്ളത്തിനെ കൊടുത്തുകൊണ്ട് എന്നെ സംരക്ഷിക്കുന്ന ആ പർവ്വതത്തിന് മുകളിലെ ആ കാണുന്ന മലക്ക് മുകളിലെ ഞാൻ അഭയം പ്രാപിച്ചു കൊള്ളാമെന്ന് നൂഹ് നബിയുടെ മകൻ നൂഹ് നബിയോട് ധിക്കാരത്തോടുകൂടെ പറഞ്ഞ ആ സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മകന് ആ ബന്ധത്തിൽ നിന്ന് അത് പിന്മാറുന്നില്ലെങ്കിൽ അത് മാറാനുള്ള ഒരു സമയം ഉണ്ടാകും. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ അമല് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ലഭിക്കാനുണ്ടെങ്കിൽ അത് കിട്ടേണ്ട കൃത്യമായ സമയം നമുക്ക് കിട്ടേണ്ട ഒരു സമയമുണ്ടാകും. ആ സമയത്ത് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. ആ പ്രതീക്ഷയിലാണ് വേണ്ടത്. പലരും അമല് ചെയ്തിട്ട് പല അമലുകളും നിങ്ങൾക്ക് ഫലം ലഭിക്കാതെ പോകുന്നത് തന്നെ ആ കാരണം കൊണ്ടാണ്. അമല് ചെയ്യുമ്പോൾ നല്ല പ്രതീക്ഷ വേണം. ചെയ്തു കഴിഞ്ഞ ഉടനെ നിങ്ങൾ അവസാനത്തെ 12,000-ാമത്തെ ബിസ്മിയുടെ ചൊല്ലി കഴിഞ്ഞ ഉടനെ നിങ്ങൾ കയ്യിലങ്ങ് എത്തുന്നല്ല അതിന്റെ ഉദ്ദേശം. അത് നിങ്ങൾ ആ ചെയ്യേണ്ട അമല് ചെയ്തു കഴിഞ്ഞു, ഇനി ഇൻഷാ അല്ലാഹ് അത് റാഹത്ത് പോലെ എത്തിയിരിക്കും എന്നുള്ള ആ പ്രതീക്ഷയാണ് വേണ്ടത്. ആ പ്രതീക്ഷയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ ഇടയ്ക്ക് നേരിട്ട് കാണാനുള്ളവരുടെ ഡേറ്റ് ചോദിച്ചിരുന്നു. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് നിങ്ങൾ വിളിക്കുമ്പോൾ ഓരോ ഡേറ്റാണ് തരിക. ആ ഡേറ്റിനാണ് നിങ്ങൾ വരേണ്ടത്. കുറച്ചൊക്കെ ക്ഷമ വേണം. ഇവിടെ വന്നിട്ട് ചിലപ്പോ ആൾക്കനുസരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പൊ ക്ഷമയോടുകൂടെ വരണം. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം എന്നുള്ള ആ ചിന്തയോടുകൂടെ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അപ്പൊ ക്ഷമയോടുകൂടെ നിങ്ങൾ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ ഒക്കെ മെസ്സേജ് അയച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് ഏതായാലും അടുത്ത ചൊവ്വാഴ്ചയാണ് ഒരു ഡേറ്റ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഡേറ്റുകൾ ഓരോരുത്തർക്ക് അതിന് സൗകര്യം പോലെ നൽകും. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർ വിളിക്കുമ്പോൾ അതിനനുസരിച്ച് നൽകുമെന്ന് ഓർമ്മപ്പെടുത്താണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള പ്രവാസികളൊക്കെ ഉണ്ടെങ്കിൽ അവര് പ്രയാസപ്പെട്ടിട്ട് ഇന്ന ഡേറ്റ് നോക്കിയിട്ട്, പ്രവാസികളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയ ഒരു ഡേറ്റ് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നോക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു പ്രവാസ ലോകത്തിലുള്ള ഒരു കുടുംബം അവര് നമ്മളൊരു ഡേറ്റ് പറഞ്ഞപ്പോൾ ആ ഡേറ്റിന് റിസ്ക് എടുത്ത് വന്നതുപോലെ എനിക്ക് തോന്നി. നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചവരങ്ങോട്ട് പോവുകയൊക്കെ ചെയ്ത്. അപ്പൊ അങ്ങനെ റിസ്ക് എടുക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള സമയങ്ങൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നൽകുക. അതും തിരക്കുള്ള സമയത്താണ് അവരെത്തിയതും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അമല്. നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. യാ ലത്തീഫ് എന്നുള്ളതിന്റെ ഒരു അമലുണ്ട്, അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സൂറത്തു യാസീനിന്റെ ഒരു അമലുണ്ട്, അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സൂറത്തു യാസീനുമായി ബന്ധപ്പെട്ട് 2 അമലുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 2 അമലുകളും നിങ്ങൾക്ക് ചെയ്യാം. 2 അമലും നല്ല ഫലം ലഭിക്കുന്ന അമല. തഹജ്ജുദുമായി ബന്ധപ്പെട്ട അമല്, അതേപോലെ തന്നെ സ്വലാത്ത്, നാരിയത്ത് സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള അമലുകളൊക്കെ പറഞ്ഞത് നിങ്ങൾ കൃത്യമായി ചെയ്താൽ നല്ല ഫലം അതിന് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അത് മനസ്സറിഞ്ഞ് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അത് കൂടുതൽ ഫലം ലഭിക്കാൻ എന്നോട് ഫോൺ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കൂടുതൽ ഫലം ലഭിക്കാൻ ഒറ്റ ഇരുത്തത്തിൽ ചെല്ലണമെന്നില്ലല്ലോ. അത് എപ്പോഴും നമുക്ക് ചെല്ലാം, ഏത് സമയത്തും ചൊല്ലി തീർക്കാം. അതിങ്ങ് ചൊല്ലുന്നതിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു 100 എണ്ണം ചെല്ലണം, 100 എണ്ണത്തിന്റെ ഇടയിൽ പരസ്പരം
വേറെ സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക. ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ അത് കൂടുതൽ ഫലം ലഭിക്കാനൊക്കെ കാരണമാകും. പലരും അത് സംബന്ധം ചോദിച്ചൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അത് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടുകൂടെ ആ പറഞ്ഞ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഇതിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ സാധിക്കും. ആ വീഡിയോ കണ്ട് അതിലുള്ളതുപോലെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ. ആ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നല്ല നിയ്യത്ത് കരുതി പ്രതീക്ഷയോടുകൂടെ, പ്രതീക്ഷ അസ്തമിക്കാൻ പാടില്ല. എപ്പോഴും ശുഭാപ്തി വേണം. ആ ശുഭാപ്തിയോടുകൂടെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ നല്ല പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.